റജബിന്റെ പവിത്രമായ രാത്രികളിലേക്ക് കടന്നു വരികയാണ്. മുസൽമാനാക്കുന്ന പവിത്രമായ നിസ്കാരം അല്ലാഹു നമുക്ക് സമ്മാനമായി നൽകിയത് വിശുദ്ധ റജബിന്റെ 27 ദിവസത്തിലാണ്. മുത്തുനബി മിഅ്റാജ് എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ യാത്ര, ആ യാത്രയിൽ അല്ലാഹു നൽകിയ സമ്മാനമാണത് നമ്മളിലേക്ക് കടന്നു വരുന്നു. നിസ്കാരങ്ങൾ ഖളാ ഉള്ളവർ നിസ്കാരങ്ങൾ ഖളാ വീട്ടി അല്ലാഹിലേക്ക് തിരിയണേ. റജബ് മാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച ഖുത്ബ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ആ ഖുത്ബയിൽ വിളിച്ചു പറയുകയാണ്, വിജയത്തിൻ്റെ വഴിയെ തേടുന്നവർക്ക് വേണ്ടി, രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, ഇനിയും തെറ്റിൽ നിന്ന് മാറി നിൽക്കാത്തവർക്ക് വേണ്ടി, അല്ലാഹിലേക്ക് അടുക്കണമെന്നുള്ള മനസ്സുറപ്പിച്ചവർക്ക് വേണ്ടി, വിശുദ്ധ റമളാനെ ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി ആ ഖുത്ബയിലെ വരികളെ ഞാൻ ഉണർത്തുകയാണ്. ഒന്നാമത്തെ ഖുത്ബയിൽ ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഖതീബ് അഭിസംബോധനം ചെയ്യുകയാണ്. ഓ ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഭയഭക്തി പ്രകടിപ്പിച്ച് ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു. കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിനുള്ള സമയമാണ്. റജബ് അതിനുള്ള സമയമാണ്. നന്മയിലേക്ക് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നവന് ഇത് അതിനുള്ള സന്ദർഭമാണ്. ഇത് ഖേദത്തിൻ്റെയും തൗബയുടെയും മാസമാണ്. കുടുംബബന്ധം ചേർക്കലിൻ്റെ ധർമ്മത്തിൻ്റെയും മാസമാണ്. പവിത്ര മാസങ്ങളിൽ പെട്ടതും വിപത്തുകൾ ഇറങ്ങുന്നതിൽ നിന്നു രക്ഷ നൽകുന്നതുമായ മാസമാണ്. സ്ഥാനം ഉന്നതമായതും പവിത്രത പഴകിയതുമായ മാസമാണ്. കുറ്റത്തിന് ശിക്ഷ കൂടിയ മാസമാണ്. ഒരു നന്മ ചെയ്താൽ ഡബിൾ പ്രതിഫലം അല്ലാഹു നൽകുമെങ്കിൽ തെറ്റ് ചെയ്താൽ ശിക്ഷയും ഡബിൾ നൽകുന്ന മാസമാണ്. കുറ്റത്തിൻ്റെ മേലിൽ കരയുന്നവനില്ലയോ, ചീത്ത പ്രവർത്തനത്തിൽ നിന്നും ഒഴിവാകുന്നവനില്ലയോ, ആഗ്രഹത്തെ ചുരുക്കുന്നവനില്ലയോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നവനില്ലയോ, ചോദ്യകർത്താവിന് ഉത്തരം തടയപ്പെടാത്തതും ധർമ്മം ചോദിക്കുന്നവന് വിലങ്ങപ്പെടാത്തതും പ്രവർത്തിക്കുന്നവന് വെറുതെയാക്കപ്പെടാത്തതും അശ്രദ്ധന് സാവകാശം നൽകപ്പെടാത്തതുമായ ഒരു മാസമാണിത്. ഇതാണ് റജബ് മാസം. പ്രവർത്തിക്കുന്ന ശരീരങ്ങളെവിടെ, തളർന്ന ചുണ്ടുകൾ എവിടെ, വിനയം കാണിക്കുന്ന പിരടികളെവിടെ, കുറ്റങ്ങളുടെ ഭാരങ്ങളാലുള്ള പിടയില്ലെവിടെ, തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവന്റെ ചീത്ത പര്യവസാനത്തെ കുറിച്ചുള്ള ഭയമെവിടെ, ചീത്തകൾ മായ്ച്ചു കളയുന്നതിലുള്ള പരിശ്രമം എവിടെ, ചീത്ത പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടവയെ കുറിച്ച് ഭയപ്പെടുത്താനുള്ള ഒരുക്കമെവിടെ. അടുത്ത വർഷവും ജീവിക്കുമെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നുവോ? പെട്ടെന്ന് മരണം വരുന്നതിലും നിന്നും നിങ്ങൾ നിർഭയനാണോ? വേണ്ട, മരണത്തിൽ നിന്നും സുരക്ഷയില്ല. മരണശേഷം സൽപ്രവർത്തനങ്ങൾ വീണ്ടെടുക്കാൻ സാധ്യമല്ല. മേൽ പറയപ്പെട്ടവ അവ്യക്തമായ വിധികളാണ്. ഉപകാരമെടുക്കാൻ പറ്റിയ അവസരങ്ങളാണ്. മുൻകൂട്ടി ബോധിപ്പിക്കപ്പെടാവുന്ന കഴിവുകളാണ്. തിരക്കി വരുന്ന തടസ്സങ്ങൾ, മുറിഞ്ഞു പോകുന്ന അവധികൾ, അറ്റുപോകുന്ന ആഗ്രഹങ്ങൾ, വേർപെട്ടു പോകുന്ന ആത്മാക്കൾ, സമ്പാദിക്കപ്പെടുന്ന വിപത്തുകൾ, ഇരുളടഞ്ഞ കബറുകൾ, അവ്യക്തമായ കാര്യങ്ങൾ, നിരയായി നിൽക്കുന്ന പ്രശ്നങ്ങൾ, വ്യാഖ്യാനം ആവശ്യമുള്ള തെളിവുകൾ. എങ്കിൽ ഓർത്തു നോക്കൂ, മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? കാര്യം ഗൗരവമേറിയതാവുകയും മഹ്ശറാ ദിനത്തിന്റെ ഭീകരതകൾ ശക്ത
ശക്തമാവുകയും ചെയ്തതിനാൽ അപൂർവവും നിസ്സാരവുമായ സൽപ്രവർത്തനത്തിലേക്ക് കടുത്ത ആവശ്യം നേരിടുന്നതാണ്. ആരെങ്കിലും ഉണർന്നു പ്രവർത്തിച്ചാൽ അത് അവന് ഉപകരിക്കും. ആരെങ്കിലും അക്രമത്താൽ വഞ്ചിതനായാൽ അത് അവനെ വീഴ്ത്തിക്കളയും. ആരെങ്കിലും അള്ളാഹുവിനോട് കൂടെയായാൽ അള്ളാഹു അവനോട് കൂടെയാകും. നാശങ്ങളുടെ വഴികളിൽ പ്രവേശിക്കുന്നതിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടിമകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ആ വഴികൾ അവയിൽ പ്രവേശിക്കുന്നവരെയും കൊണ്ട് നരകം കാക്കുന്ന മലക്കിനരികിലേക്ക് വേഗത്തിൽ ചെല്ലും. അദ്ദേഹം നാശഭവനത്തിൻ്റെയും നരകം ദുർഗമാർഗികളുടെയും കപടവിശ്വാസികളുടെയും ജയിലിൻ്റെയും സർവാധിപനായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കോപത്തിന് വിധേയമായ സ്ഥലത്തിൻ്റെയും ഉടമസ്ഥനാണ്. നരകത്തിൻ്റെ വഴികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കട്ടെ. ഈ മഹത്തായ ഓർമ്മപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം കേട്ടത്. ഞാൻ ഇതിങ്ങനെ ആലോചിച്ചപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതി. അള്ളാഹു ഈ റജബേറ്റെടുത്തത് പാപങ്ങളൊക്കെ പൊറുക്കാനുള്ള വഴികളൊക്കെ തേടി, നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടി, നോമ്പുകളൊക്കെ ഖളാ വീട്ടി, അതേ പാപമോചനത്തിൻ്റെ മാസം നമുക്ക് നൽകുമ്പോൾ ആനന്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്വതക്കയുടെ, ഈമാൻ്റെ എല്ലാ നിലക്കുമുള്ള ആത്മീയമായ ഉന്നതി നൽകുന്ന വിശുദ്ധമായ ശഅബാൻ, വിശുദ്ധമായ റമളാൻ നൽകുമ്പോൾ അതിലേക്ക് തിരിയട്ടെ എന്നാലോചിച്ചാട്ടാണിത് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ തെറ്റുകളും തിരുത്തി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയപ്പോഴാ മരണമെന്നറിയൂല. ആ മരണത്തിലേക്ക് തയ്യാറാകാൻ ഭാഗ്യം നൽകട്ടെ. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട കടമകളും കടപ്പാടുകളും മറന്നുപോകുന്ന സാഹചര്യത്തിൽ നല്ല റാഹത്തുള്ള ജീവിതം നൽകട്ടെ. തെറ്റുകൾ മനസ്സിലാക്കി നിസ്കാരങ്ങളിലേക്ക് തിരിഞ്ഞ്, ഇബാദത്തിലേക്ക് തിരിഞ്ഞ്, അള്ളാഹിലേക്ക് തിരിഞ്ഞ് നീങ്ങാൻ ഭാഗ്യം നൽകട്ടെ.